5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. 2025 ജനുവരി 1 മുതൽ മാർച്ച് മാസം ഒരു 24-25 വരെ 2-2.5 മാസക്കാലം ഏത് പത്രം എടുത്താലും ഏത് ചാനൽ തുറന്നാലും സോഷ്യൽ മീഡിയ എടുത്താലും കുട്ടികൾ വലിയ വയലന്റ് ആയിക്കൊണ്ട് നടത്തുന്ന കൊലപാതകങ്ങൾ, അക്രമങ്ങൾ ഒക്കെയാണ് നമ്മൾ വായിക്കുന്നത്. 12 വയസ്സായ കുട്ടി 2 വയസ്സായ കുഞ്ഞിനെടുത്ത് കിണറ്റിലിടുന്നു, തനിക്ക് സ്നേഹം കിട്ടൂല എന്ന് മനസ്സിലാക്കിയിട്ട്. ഒരു സ്ഥലത്ത് ഒരാൾ 5 പേരെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു. വളരെ വയലൻസ് ആണ് നടക്കുന്നത്. അങ്ങനെ മയക്കുമരുന്നിനെതിരെയുള്ള, ലഹരി പദാർത്ഥത്തിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി, അങ്ങനെ വലിയ ഒരു സംഘർഷമായ കാര്യങ്ങളാണ് കാണുന്നത്. പോസിറ്റീവ് കാര്യങ്ങളല്ല. ഇതെല്ലാം ഒന്ന് പരിശോധിക്കുമ്പോൾ 2K കിഡ്സ് ആണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കുന്നതെന്നാണ് ഇപ്പോൾ ഒരു അനാലിസിസ് വന്നിരിക്കുന്നത്. 2K കിഡ്സ് എന്ന് പറഞ്ഞാൽ 2000-ന് ശേഷം ജനിച്ച കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1999-ലോ അതിന് മുമ്പെയൊക്കെ ജനിച്ച കുട്ടികളെല്ലാം പെർഫെക്റ്റ്, അങ്ങനെയല്ല, കണക്ക് പറയുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ 25 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ 2K കിഡ്സ് എന്ന് പറയുന്നത് 2000-ൽ ജനിച്ച 2K കിഡ്സ് ആണ് ഈ കാര്യങ്ങൾ. അവർക്ക് തന്ത വൈബിൻ്റെ കാലമാണ്, തള്ള വൈബിൻ്റെ കാലമാണ്. അച്ഛൻ ഉപദേശിക്കുന്ന ഇഷ്ടമല്ല, അമ്മ ഉപദേശിക്കുന്ന ഇഷ്ടമല്ല, ടീച്ചർമാർ ഉപദേശിക്കുന്ന ഇഷ്ടമല്ല, മാതാപിതാക്കൾ ഉപദേശിക്കുന്ന ഇഷ്ടമല്ല, പഠിക്കാൻ നന്നായി പറയുന്ന ഇഷ്ടമല്ല. പല ഇഷ്ടക്കേടുകളുണ്ട് അവർക്ക്. വലിയ സ്വാതന്ത്ര്യം വേണം, ഒരുപാട് സമയം മൊബൈൽ ഫോണിൽ ഇരിക്കണം, ആരും വഴക്ക് പറയരുത്, തല്ലരുത്, ടീച്ചർമാർ തല്ലരുത്. വേറൊരു സുഖത്തിൻ്റെ ലോകത്താണ് അവർ. ഞാൻ ആ കുട്ടികളെ ഒന്നും പറയുന്നില്ല. എനിക്ക് മറ്റൊരു ഫ്ലാഷ് ബാക്ക് ചിന്തിക്കാനാണ് ഇഷ്ടം. 2K കിഡ്സിന് 25 വയസ്സായെങ്കിൽ, ആദ്യത്തെ 2K കിഡ്സ് 2000-ലെ 2K കിഡ്സിന് ഇപ്പോൾ 25 വയസ്സായെങ്കിൽ, ഒരു 50 വയസ്സിനകത്തുള്ള അമ്മയ്ക്കും അച്ഛനും ആയിരിക്കുമല്ലോ ഈ കുഞ്ഞുങ്ങളുണ്ടായിരിക്കുന്നത്. കാരണം അച്ഛനും അമ്മയും 25 വയസ്സ് കല്യാണം കഴിച്ചപ്പോഴാണല്ലോ 25 വർഷത്തെ ഈ കഥ വരുന്നത്. എന്ന് പറഞ്ഞാൽ 1975 മുതൽ ഈ കഥയുണ്ട്. അപ്പോൾ ആ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തി എന്നുള്ളത് വലിയ വിഷയമാണ്. കൊച്ചുകുട്ടിയെ പൊട്ടും തൊട്ട് നല്ല പൗഡർ ഇട്ട് കുട്ടപ്പനാക്കി, കുട്ടപ്പയാക്കി TV-യുടെ മുമ്പിൽ കൊണ്ട് കിടത്തും. എന്നിട്ട് അമ്മ അടുക്കളയിൽ ജോലിക്ക് പോകും. പാല് ചോദിച്ചാൽ മുലപ്പാൽ കൊടുക്കൂല, മഹാപുരുഷം കൊടുക്കൂല. ലോകത്തിലെ ഏറ്റവും ഔഷധമുള്ള ഗുണമാണ് മുലപ്പാൽ, കൊടുക്കൂല. പല ന്യായങ്ങൾ പറഞ്ഞിട്ട് കൊടുക്കൂല. ചിലർക്ക് കൊടുക്കാനില്ല, എന്നാലും കുറച്ച് കൊടുക്കൂല. കുപ്പിപ്പാൽ കൊടുക്കും. അപ്പം തന്നെ കുട്ടി ഒന്ന് അകന്ന് കഴിഞ്ഞു അമ്മയുമായി. കുഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ കുഞ്ഞിന് മൊബൈൽ ഫോൺ എടുത്ത് കയ്യിലോട്ട് കൊടുക്കും. അല്ല, ആദ്യം കൊടുക്കുന്ന റിമോട്ടാണ്. മൊബൈൽ ഫോൺ ഇപ്പോഴാണല്ലോ വന്നത്. റിമോട്ടാണ് എടുത്ത് കൊടുക്കുന്നത്. കുട്ടി റിമോട്ട് ഇട്ട് കളിയാണ്. കളിച്ച് വരുമ്പോൾ അവന് ഗെയിമാണ് ഇഷ്ടമായിട്ട് വരുന്നത്. ചാനൽ മാറി വരുമ്പോൾ നീ ഗെയിം കളിയടാ, കാണടാ എന്ന് പറയും. കുട്ടി ചിലപ്പോൾ സീരിയലായിരിക്കും കാണുന്നത്. എടാ, നിനക്ക് ഇപ്പോൾ ഈ പ്രായത്തിൽ ഗെയിമാണ് കാണേണ്ടത്, ഗെയിം ഇട്ട് കൊടുക്കും. യവൻ ഇത് ഞെക്കി യാന്ത്രികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ യവൻ ഗെയിമിന് അഡിക്റ്റ് ആവും. കുറച്ച് കഴിയുമ്പോൾ മൊബൈൽ ഫോൺ അവൻ്റെ ആയിട്ട് കൊടുക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കണ്ടായിരുന്നു. ട്രോളായിരിക്കും അത്. ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ ഇങ്ങനെ കൊടുത്തിട്ട് മൊബൈൽ ഫോൺ മാറ്റിയിട്ട് ഇലയപ്പം കൊടുത്തു. അപ്പോൾ ഇലയപ്പം എടുത്ത് ചെവിയിൽ വെക്കുകയാണ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു. കൊച്ചുകുട്ടി അല്ല, അതിനറിയത്തില്ല ഇത് ഇലയപ്പാണോ ഇതെന്താണെന്നൊന്നും അതിനറിയത്തില്ല. എടുത്ത് കൊടുത്താൽ കഴിക്കുമായിരിക്കും, വെച്ച് കൊടുത്താൽ. കുട്ടികളെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊടുക്കുന്നു. എന്തെങ്കിലും സാധനം ഇപ്പം വേണമെന്ന് അപ്പം വാങ്ങിച്ചു കൊടുക്കും. ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ അപ്പം ബിരിയാണി, നാളെ ആവുന്നത് പറയത്തില്ല. അംഗൻവാടി കുട്ടി ബിരിയാണി വേണമെന്ന് പറയുമ്പോൾ ഉടനെ സർക്കാരും കൂടെ അങ്ങ് ചെല്ലുകയാണ് ബിരിയാണികളുമായിട്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ആ കുട്ടികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു മ്യൂസിയത്തിൻ്റെ അവിടെ ഒരു ജ്യൂസ് കടയിൽ പോയി ജ്യൂസ് കുടിക്കാൻ പറ്റും. തിരുവനന്തപുരത്ത് നല്ല പ്രായമുള്ളൊരു അപ്പൂപ്പനും ഒരു കൊച്ചുമോനും, കുഞ്ഞു കുട്ടിയാണ്. അവിടെ കുറേ ഈ കളർ ജ്യൂസുകൾ ഇരിപ്പുണ്ട്. ഫ്രഷ് ജ്യൂസ് അല്ല. അപ്പൂപ്പൻ ഫ്രഷ് ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കണ്ടേ? അവിടെ ഫ്രഷ് ജ്യൂസിൻ്റെ നാരങ്ങ, മുന്തിരി, പിന്നെ കുറേ ഐറ്റം ഫ്രഷ് ജ്യൂസ് ഉണ്ട്. ഇത് വാങ്ങിച്ചു കൊടുക്കത്തില്ല. അവൻ ഫ്രഷ് ജ്യൂസ് എന്നുള്ള ലൈനിലാണ് അവൻ നിൽക്കുന്നത്. കുഞ്ഞ് അവനോട് പറയുന്നത് ഈ ബോട്ടിൽ ജ്യൂസാണ് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരു മണിക്കൂർ നേരം ഈ അപ്പൂപ്പനും, ഞാൻ അതിൻ്റെ ഒരു കൗതുകം കൊണ്ട് അവിടെ നിന്ന് ഇതൊന്ന് മനസ്സിലായി. വീഡിയോ എൻ്റെ ഷൂട്ട് ചെയ്യാൻ സംവിധാനമില്ല, അല്ലെ ഷൂട്ട് ചെയ്തതിന്. ഈ അപ്പൂപ്പനും ചെറുക്കനും തമ്മിൽ തർക്കമാണ്. ഈ ചെറുക്കൻ്റെ ഓരോ ടേസ്റ്റും ഇങ്ങനെ മാറ്റി അവൻ ഒന്ന് പറയുമ്പോൾ അപ്പൂപ്പ അത് പറയും. ഇങ്ങോട്ട് മാറ്റി കൺഫ്യൂഷൻ കളിക്കുകയാണ്. അവൻ ആദ്യം ലൈം ജ്യൂസാണ് ചോദിച്ചത്, അത് വാങ്ങിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അവിടെ പ്രതി അപ്പൂപ്പനാണോ ഈ ചെറുക്കനാണോ കുഞ്ഞാണോ എനിക്കറിയില്ല. ഒരു ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അവിടെ ഒരു അമ്മയും 2 മക്കളും കൂടെ വന്നു. ചെറുക്കൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. അവൻ എവിടെ നിന്നോ കേട്ട് കൈ കഴുകണമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അവൻ കൈ കഴുകാൻ പോയി. അമ്മ സമ്മതിക്കത്തില്ല, കൈ കഴുകാൻ സമ്മതിക്കത്തില്ല ചെറുക്കനെ. വലിയ ബഹളമാണ് അമ്മയും മോനും തമ്മിൽ.
അവസാനം ചെറുക്കൻ ബഹളം ഉണ്ടാക്കി പോയി, കൈ കഴുകിയിട്ട് വന്നപ്പം അവന് സീറ്റ് വേറൊരാളവിടെ വന്നിരിക്കാൻ പോയി. പിന്നെ തർക്കമായി. അവസാനം അവൻ്റെ അമ്മ ആദ്യമേ ഞാൻ പറഞ്ഞില്ലടാ കൈ കഴുകാതെ കഴിക്കോ എന്താടാ കയ്യിലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെ ഞാൻ 2-3 ഉദാഹരണം പറഞ്ഞത്, കുട്ടികളെ ഏത് രൂപത്തിൽ വളർത്തുന്നു എന്നതിനനുസരിച്ചാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ ലോകത്തിന് സംഭാവന ചെയ്ത സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചത് അമേരിക്കയാണ്. പക്ഷെ അവിടുത്തെ കുട്ടികൾ നന്നായി വായിക്കുന്നവരാണ്. നമ്മളിപ്പോൾ കോവളത്തൊക്കെ വരുന്ന സായിപ്പന്മാരെ, വർക്കലയിലൊക്കെ വരുന്നവരെ കണ്ടാൽ ബസ്സിലൊക്കെ അവർ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, അവരുടെ കയ്യിൽ ഒരു പുസ്തകം കാണും. വിമാനത്താവളിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ സായിപ്പന്മാർ നല്ല മുതിർന്നവരാണ്, പുസ്തകം എടുത്ത് വായിക്കണമാണ്. നമ്മൾ എത്ര പേര് ആ പുസ്തകം കൊണ്ടുവന്ന് വായിക്കുന്നത്, വായനാശീലം നമ്മൾ കൊണ്ടുവരുന്നത്? അപ്പോൾ കുഞ്ഞുനാളിൽ കുട്ടികളെ വീട്ടിൽ വളർത്തുന്നതിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ 2000 കിഡ്സ് അല്ല പ്രശ്നം, 75 കിഡ്സ് ആണ് പ്രശ്നം. 1975 കിഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 50 വയസ്സായി നിൽക്കുന്ന ചേച്ചിയും ചേട്ടന്മാരുമാണ് പ്രതി. പിന്നെ 75 ശേഷം 2000 ശേഷം കുട്ടികളെ സ്കൂളിൽ കൊണ്ട് ചേർത്തു. അവിടെയാണെങ്കിലോ സേവനം വരവില്ല, അവിടെ പിന്നെ പ്രാർത്ഥനയില്ല, അസംബ്ലി ഇല്ല, അവിടെ കുത്തി നിറപ്പാണ് അറിവ്, ജ്ഞാനം. അവിടെയും ഒരു സ്നേഹമില്ല. അവിടെ തല്ലേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും തല്ലാൻ പറ്റുന്നില്ല, കുട്ടികളെ വഴക്ക് പറയാൻ പറ്റുന്നില്ല, കുട്ടികളുടെ ബാഗ് പരിശോധിക്കാൻ പറ്റുന്നില്ല, കുട്ടികളോടൊന്ന് ചൂടാവാൻ പറ്റുന്നില്ല. ടീച്ചർമാർക്ക് അതിൻ്റെ പ്രതിസന്ധി. പിന്നെ അവർക്കും പ്രശ്നമുണ്ട്. അവരും ഈ 75 കിഡ്സാണ് കൂടുതൽ ടീച്ചർമാർ, 50 വയസ്സിനകത്തൊക്കെ ഉള്ളവരാണല്ലോ. അവർക്ക് DJ കളിച്ച സമയം തീരുന്നില്ല, റീൽസ് ഇട്ട സമയം തീരുന്നില്ല. അവർക്ക് കുട്ടികളെ കാണാൻ, ചിലരുടെ സ്ഥലത്താണെങ്കിൽ കർശനമായി പിള്ളേരുമായിട്ട് അകലം, ചിലയിടത്താണെങ്കിൽ മക്കളെ പോലെ ഭയങ്കരമായി സ്നേഹിച്ച് പിള്ളേർ തോളി കയറിയിരിക്കും. അപ്പോൾ ഇതാരാ പ്രതി? ഞാൻ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞൊരു തിയറിയുണ്ട്. അത് പറയാനാണ് ഞാൻ ഈ പശ്ചാത്തലം പറഞ്ഞത്. സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ, ഒരാൾ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ, കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്, രുചിക്കുന്നത് ഇതെല്ലാം ചേർത്തിട്ട് പഞ്ചഭൂതങ്ങൾ കൊണ്ട് കിട്ടുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് രൂപപ്പെടുന്നത്. അതിൽ വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്. ഔപചാരിക വിദ്യാഭ്യാസം, അനൗപചാരിക വിദ്യാഭ്യാസം, ആനുഷംഗിക വിദ്യാഭ്യാസം, ഇങ്ങനെ ഒരുപാട് തലത്തിൽ വിദ്യാഭ്യാസമുണ്ട്. ഇതിനെല്ലാം വലിയ പങ്കുണ്ട്. നിയമത്തിന് വലിയ പങ്കുണ്ട്. സാധനങ്ങൾ കിട്ടുന്നതിന് വലിയ പങ്കുണ്ട്. ഇപ്പം മദ്യം, മയക്കുമരുന്ന് ഇതെല്ലാം സുലഭമായി കിട്ടുമ്പോൾ ആളുകൾ കൂടുതൽ ഉപയോഗിക്കും. തീർച്ചയാണ്. വേശ്യാവൃത്തി പോലുള്ള കാര്യങ്ങൾ, പ്രോസ്റ്റിറ്റ്യൂട്ട് പോലുള്ള കാര്യങ്ങൾ നിയമപരമായി നമ്മൾ അംഗീകരിച്ചതിന് ശേഷം തടയാൻ നോക്കൂ, എളുപ്പമായിരിക്കില്ല. എല്ലായിടത്തും ബാർ കൊടുത്തതിന് ശേഷം ആളുകളെടുത്ത് കുടിക്കരുതെന്ന് പറഞ്ഞാൽ ആളുകൾ വാങ്ങി കുടിക്കും. അപ്പോൾ ഒരു വസ്തു സുലഭമായി കിട്ടുന്നത്, എപ്പോഴും കിട്ടുന്നത്, ആക്സസിബിലിറ്റി, ഇതെല്ലാം നമ്മുടെ സോഷ്യൽ കണ്ടീഷനിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ സർക്കാരിന് പങ്കുണ്ട്, പിന്നെ രക്ഷാകർത്താക്കൾക്ക് പങ്കുണ്ട്, മാതാപിതാക്കൾക്ക് പങ്കുണ്ട്, പിന്നെ അധ്യാപകർക്ക് പങ്കുണ്ട്, കുട്ടിക്കും പങ്കുണ്ട്. കുഞ്ഞുങ്ങളാണ്. അവരെ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ വല്ലാതെ കണ്ടീഷൻ ചെയ്ത് വളർത്താതെ അവർക്കാവശ്യമായ ഗുണപാഠങ്ങളും അവർക്കാവശ്യമായ ശീലങ്ങളും അവർക്ക് സോഷ്യൽ ഇടങ്ങൾ പരമാവധി ഉണ്ടാക്കി കൊടുക്കണം. പലപ്പോഴും മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ സോഷ്യൽ ഇടങ്ങളിൽ കുട്ടികളില്ല. പ്രസൻസ് അസോസിയേഷൻ മീറ്റിംഗ്, ക്ലബിൻ്റെ മീറ്റിംഗ്, അമ്പല കമ്മിറ്റിയുടെ മീറ്റിംഗ്, ഉത്സവം, കല്യാണം, മരണം, കുളി, ഓരോ സ്ഥലത്തും കുഞ്ഞുങ്ങളില്ല. പക്ഷെ അവരെ കൊണ്ടുപോകണം. പരമാവധി അവരെയാണ് അയക്കേണ്ടത്. അവരെ കൊണ്ടുപോകുമ്പോൾ അവർ സോഷ്യൽ ഇടങ്ങളിൽ ഇടപഴകുവാൻ പഠിക്കും. അതിലൂടെ നല്ല സ്വഭാവ രൂപീകരണം ഉണ്ടാകും. അപ്പോൾ അച്ഛനമ്മമാർ 75 കിഡ്സ് അറിഞ്ഞിരിക്കേണ്ടത്, 1975 കിഡ്സ് അറിഞ്ഞിരിക്കേണ്ടത്, മക്കളാണ് നിക്ഷേപം, അവരുടെ അറിവാണ് നിക്ഷേപം, അതുപോലെ അവരുടെ സ്വഭാവമാണ് നിക്ഷേപം. 2000 കിഡ്സ് അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ തന്തവൈബും തള്ളവൈബും ഒക്കെ മതിയാക്കി കുറേ കൂടി ക്രിയാത്മകമായ, ക്രിയേറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരിക. ഒരു ജീവിതം മനോഹരമാക്കുക, സുന്ദരമാക്കുക, ആനന്ദകരമാക്കുക. അതൊന്നിൻ്റെയും പുറകെ പോയി ജീവിതം നശിപ്പിക്കരുത്.